തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ സർക്കാരിനെ വിമർശിച്ചതോടെ ഗവർണറുമായി സന്ധി വേണ്ട എന്ന് ഉറപ്പിച്ച് സംസ്ഥാന സർക്കാരും LDFും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന വിരുന്നിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും വിട്ടുനിന്നത്. സർക്കാരിനെതിരായ വിമർശനങ്ങൾ തുറന്നു പറയും എന്ന നിലപാടിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് ഷബീദ് റാവുത്തർ. യഥാർത്ഥത്തിൽ ഇനഫ് ഈസ് ഇനഫ്, ഒരുപാട് ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഭരണഘടന ഇതൊന്നുമല്ല വിഭാവന ചെയ്തിരിക്കുന്നത്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള ഗവർണർ, അതേസമയം മുഖ്യമന്ത്രി, ഇവർ രണ്ടുപേരും ഈ കുട്ടികളെ പോലെ തല്ലുപിടിച്ചിരിക്കുന്നു, മുഖം തിരിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ച നമ്മൾ പലതവണ കണ്ടു. അതായത് നയപ്രഖ്യാപന പ്രസംഗത്തിന് ബൊക്കെ നൽകുമ്പോൾ, നിയമസഭയിലേക്ക് എത്തിയ ഗവർണർക്ക് ബൊക്കെ നൽകുമ്പോൾ മുഖത്തോട് മുഖം നോക്കിയില്ല. ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുമ്പോഴും ഇരുവരും ഏതാണ്ട് 9 മിനിറ്റോളം അടുത്തടുത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ അവർ മുഖത്തോട് മുഖം നോക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് പോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്ഭവനിലാണ്. ഈ രാജ്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ അറ്റ് ഹോം പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലങ്കാര പരിപാടികളൊക്കെ അങ്ങനെ ശേഷിക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ പ്രസന്റ് ചെയ്ത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ചീഫ് സെക്രട്ടറി പോലും സ്ഥലത്തുണ്ടായിട്ട് ഗവർണറുടെ റിപ്പബ്ലിക് ദിന വിരുന്നിൽ പങ്കെടുത്തില്ല. പകരം പൊതുഭരണ വകുപ്പ് സെക്രട്ടറി മാത്രമാണ് പങ്കെടുത്തത്. മറ്റു ഉദ്യോഗസ്ഥരും കാര്യമായി പങ്കെടുത്തില്ല. അങ്ങനെ ഗവർണർക്കെതിരെയുള്ള നീരസം സർക്കാരും ഇന്നലെ പ്രകടിപ്പിച്ചത് അതിൻ്റെ എല്ലാ സീമകളും, പോരിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം. ആ വിവാദത്തിൽ അതിനുശേഷം മന്ത്രിമാർ പ്രതികരിച്ചപ്പോൾ ഒരു മയപ്പെട്ട സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിലും ആ പോർ അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഒടുവിൽ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ചായ സൽക്കാരത്തോടുകൂടി ഏതെങ്കിലും തരത്തിലൊരു അനുനയ നീക്കമൊക്കെ നമ്മൾ സാധ്യത കണ്ടതായിരുന്നു. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നടത്തിയ അപ്രതീക്ഷിത മൂവ്, അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പരാതിയുണ്ട്. പക്ഷേ അത് ആദ്യം തുറന്നു പറഞ്ഞില്ല. ഗവർണറെ പരസ്യമായി എതിർക്കേണ്ടതടക്കമുള്ള നിലപാട് അത് LDFും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ കൈക്കൊണ്ടു. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ പ്രസംഗത്തിലടക്കം സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചു, കേന്ദ്ര സർക്കാരിനെ വാനോളം പുകഴ്ത്തി. ഇത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സർക്കാരിനെയും LDFിനെയും ചൊടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉടൻ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗവർണറെ നിശ്ചിതമായി വിമർശിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമസഭയിലേക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിലെത്തിയ ഗവർണർ ഒരിക്കലും പിന്തുടരാൻ പാടില്ലാത്ത രീതി പിന്തുടർന്നു, നിലവിട്ട് പെരുമാറി, ഗവർണർ എന്തിനിങ്ങനെ പെരുമാറുന്നു എന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടായിരുന്നു ഗവർണറുടെ അറ്റ് ഹോം പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അവിടെ അപ്പാടെ സർക്കാർ വിട്ടുനിൽക്കുന്നു. ഇതിലൂടെ നൽകുന്ന സന്ദേശം, ഗവർണർ സർക്കാർ പോരാ, അങ്ങനെയൊന്നും തീരില്ല, അതിന് ഏത് തരത്തിൽ തീരുമെന്നുള്ള കാര്യം ആർക്കും അറിയുകയുമില്ല. ഏതായാലും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഇന്ന് ഗവർണർക്ക് 3 പൊതുപരിപാടികളുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തുമായി. ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണറുടെ വിമർശനത്തെ സർക്കാരൊക്കെ ഉൾക്കൊണ്ടൊരു വഴി, അറ്റ് ഹോമിലെ സർക്കാരിൻ്റെ വിട്ടുനിൽക്കൽ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർ എന്തായാലും പ്രതികരണം ഉണ്ടാകും. അദ്ദേഹവും അതിരൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെതിരെ തിരിയും, അല്ലെങ്കിൽ ആ വിമർശനം തുടരും എന്നുള്ള വിവരം നമുക്ക് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ പോര് ഇതേ രീതിയിൽ തുടരുകയാണ്. സ്കേ ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. എന്തായാലും ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും സംസ്ഥാന മന്ത്രിസഭയും അതുപോലെ ഗവർണറും അവരുടെ റോൾ എന്താണ് എന്ന് തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കക്ഷി രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ രാജ്ഭവനിലെത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ഇത്തരം രീതികളിലേക്ക് അത് കടന്നു ചെല്ലുക സാംസ്കാരിക കേരളത്തിന് കേട്ടറിവുള്ള കാര്യമല്ല. അതുകൊണ്ട് തിരിച്ചറിവ് ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവരെയൊക്കെ ഉപദേശിക്കാൻ തക്ക പ്രായമോ പക്വതയോ ഒന്നും എനിക്കില്ല എങ്കിൽ പോലും ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇത് കണ്ടു മടുത്തന്നേ.